പ്രധാനപ്പെട്ട വാർത്ത പാലിയേക്കരയിലെ ടോൾ പിരിവിനെതിരെ ഹൈക്കോടതിയിൽ പുതിയ ഹർജി. നിർമ്മാണ ചെലവിനേക്കാൾ പാലിയേക്കരയിൽ ടോൾ പിരിച്ചുവെന്നും നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ ടോൾ ഒഴിവാക്കണമെന്നും ഹർജിയിൽ ആവശ്യം ഉന്നയിച്ചു. നിലവിലെ ഹർജിക്കാരനായ ഷാജി കോടങ്കട്ടത്ത് തന്നെയാണ് പുതിയ ഹർജി നൽകിയത്. നിലവിൽ 2008 വരെയാണ് ടോൾ പിരിവിന്റെ കാലാവധിയെന്നും നിയമപ്രകാരമുള്ള സമയപരിധിയേക്കാൾ ഏറെ ടോൾ പിരിച്ചിട്ടുണ്ടെന്നും പിരിവ് അവസാനിപ്പിക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു. നിർമ്മാണം നടക്കുന്നതിനാൽ ടോൾ പരിധി അങ്കമാലി മുതൽ ഇടപ്പള്ളി വരെ പരിമിതപ്പെടുത്തണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഗതാഗതക്കുരുക്ക് തുടരുകയാണെന്ന് കളക്ടർ കോടതിയെ അറിയിച്ചു. പാലിയേക്കര ടോൾ കേസിലാണ് തൃശൂർ കളക്ടർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. പലയിടത്തും ആഴത്തിൽ കുഴിയെടുത്തിട്ടുണ്ടെന്നും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടില്ലെന്നും ഇത് യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണിയാണെന്നും കളക്ടർ അറിയിച്ചു. പാലിയേക്കര ടോൾ പിരിവിനെതിരെ ഹൈക്കോടതിയിൽ പുതിയ ഹർജി വന്നിരിക്കുന്നു. നിർമ്മാണ ചെലവിനേക്കാൾ പാലിയേക്കരയിൽ ടോൾ പിരിച്ചുവെന്നും നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ ടോൾ ഒഴിവാക്കണമെന്നും ഹർജിയിൽ ആവശ്യം ഉന്നയിച്ചു. നിലവിലെ ഹർജിക്കാരനായ ഷാജി കോടങ്കട്ടത്ത് തന്നെയാണ് പുതിയ ഹർജിയുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിൽ 2008 വരെയാണ് ടോൾ പിരിവിന്റെ കാലാവധി എന്ന് ഷാജി കോടങ്കട്ടത്ത് നൽകിയ പുതിയ ഹർജിയിൽ പറയുന്നു. നിയമപ്രകാരമുള്ള സമയപരിധിയേക്കാളേറെ ടോൾ പിരിച്ചിട്ടുണ്ട് എന്നുള്ളതും പുതിയ ഹർജിയിൽ പറയുന്നു. പിരിവ് അവസാനിപ്പിക്കണമെന്നുമാണ് ഏറ്റവും പ്രധാനമായും ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നത്. നിർമ്മാണം നടക്കുന്നതിനാൽ ടോൾ പരിധി പരിമിതപ്പെടുത്താനുമുള്ള ആവശ്യവും കൂടി ഹർജിക്കാരൻ പുതിയ ഹർജിയിൽ പറയുന്നു. അത് അങ്കമാലി മുതൽ ഇടപ്പള്ളി വരെ പരിമിതപ്പെടുത്തണമെന്നുമാണ് ഹർജിയിൽ ആവശ്യമുള്ളത്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഗതാഗതക്കുരുക്ക് ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളത് കളക്ടർ കോടതിയെ അറിയിച്ചു. പാലിയേക്കര ടോൾ കേസിലാണ് തൃശൂർ കളക്ടർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. സത്യവാങ്മൂലത്തിലാണ് നിർമ്മാണം നടക്കുന്ന ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഗതാഗതക്കുരുക്ക് തുടരുന്നു എന്നുള്ളത് തൃശൂർ കളക്ടർ കോടതിയെ സത്യവാങ്മൂലത്തിലൂടെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. പലയിടത്തും ആഴത്തിൽ കുഴിയെടുത്തിട്ടുണ്ടെന്നും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടില്ലെന്നും ഇത് യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണിയാണെന്നും കളക്ടർ അറിയിച്ചിരിക്കുന്നു.